ഇപ്പൊ വേണമെന്നുള്ള കാര്യം വേണമെന്നും വേണ്ടാത്ത കാര്യം വേണ്ടാന്നും പറയാനുള്ള ഒരു ഇത് ആയിട്ടുണ്ട്. സജിനില് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഇത്രയൊക്കെ നാൾ കല്യാണം കഴിഞ്ഞതില് ഇത്രയും ഒരു വർഷമല്ലേ ആയത്? ഒരു വർഷം കഴിഞ്ഞു, 1 വർഷം 3-4 മാസം. 3-4 മാസം. ഈ 1 വർഷം 3-4 മാസത്തിനിടയിൽ തോന്നിയിട്ടുള്ള അതിന് മുന്നേ തോന്നിയേക്കുന്ന ക്വാളിറ്റി ചിലപ്പോൾ വേറെ ആയിരുന്നിരിക്കും, ഇപ്പോൾ പാടെ മാറിയിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും നോക്കുന്ന സമയത്ത് ആസ് എ പാർട്ട്ണർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ക്വാളിറ്റി അദ്ദേഹത്തിന്? ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. നമ്മൾ ഈ കാണുന്ന ആളെയല്ല, പെട്ടെന്ന് ദേഷ്യം വരും. ഇന്റർവ്യൂലൊക്കെ ഭയങ്കര കൂളാൻ കാമാണ്, പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വഴക്കം കിട്ടും, പക്ഷെ അത് പെട്ടെന്ന് മറക്കും, അത് വിടും. എത്ര വഴക്കുണ്ടെങ്കിലും മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല. ഞാൻ നേരെ തിരിച്ചാ, ഞാൻ ഇങ്ങനെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഇത്ര മണിക്ക് ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളാ ഞാൻ. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഞാൻ എപ്പോഴും വിചാരിക്കാം അതുപോലെ ആകണം. നമ്മള് ദേഷ്യം മനസ്സിൽ വിചാരിക്കുക അത് കളയണം, പെട്ടെന്ന് കളയും. അതെങ്ങനെ പറ്റുന്നെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ഒരു ക്വാളിറ്റി എപ്പോഴും എനിക്കത് വരണം എന്നുണ്ട്, പക്ഷെ വരാറില്ല. ഇനി കല്യാണത്തിന് മുന്നേ ഒരു സാധനം നമ്മൾ നോട്ട് ചെയ്തിരുന്നു, പക്ഷെ കല്യാണത്തിന് ശേഷം അതേ അല്ലായിരുന്നു എന്നുള്ളത് തോന്നി. അല്ല, കല്യാണത്തിന് മുമ്പ്, കല്യാണത്തിന് ശേഷമാണ് ശരിക്കും നല്ലത്. കല്യാണത്തിന് എപ്പോഴും നമ്മൾ കാണുന്ന ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് ഭയങ്കര സ്നേഹം, അത് കഴിയുമ്പോൾ സ്നേഹം കുറെ. ഇത് നേരെ തിരിച്ചായിരുന്നു. കല്യാണത്തിന് മുമ്പ് അങ്ങനെ വലിയ സ്നേഹം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് കുറച്ച് ടെൻഷൻ, ഇനിയിപ്പോ സ്നേഹമില്ലാത്ത ആളാണോ, ഇതെന്താ ഇങ്ങനെ അങ്ങനെ തോന്നിയിരുന്നു. അത് ഞങ്ങൾ ഭയങ്കര കുറവായിരുന്നു, അങ്ങനെ ഭയങ്കര ഇതൊന്നും ഇല്ലായിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ വിചാരിക്കില്ല അത്ര അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴും എന്നോട് പറഞ്ഞത് എടി എനിക്ക് ഫോണിലൂടെ സ്നേഹിക്കാൻ എനിക്ക് വലിയ പിടുത്തമില്ല, കല്യാണം കഴിയുമ്പോൾ സെറ്റ് ആവും എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ലൈഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അതാണ് കുറച്ചുകൂടി നല്ലത്. ചോദിച്ചോ? നേരെ തിരിച്ച് ഇഷ്ടമില്ലാത്ത സാധനം എന്താ സജിനില്? പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ഈ നാട്ടുകാർ കാണുന്ന സമയത്തൊക്കെ ഇദ്ദേഹം ഒട്ടും ഭയങ്കര കൂളായിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര പൂജയെ പോലെ സംസാരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ചിന്തിക്കുന്നില്ല ദേഷ്യം വരുമെന്നോ? ഇല്ല, പെട്ടെന്ന് ദേഷ്യം വരും. എന്നാൽ കാര്യമുള്ള കാര്യത്തിന് ദേഷ്യം വരത്തില്ല, ചെറിയ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. ചില വ്ളോഗൊക്കെ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളിങ്ങനെ വടിവാളും വെട്ടുമൊക്കെ ആയിട്ട് നിന്ന് വഴക്കൊണ്ടൊക്കെ ആയിട്ട് ഹായ് ഹലോ എവരിവൺ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത്, അത് പെട്ടെന്ന് കളയും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വ്ളോഗൊക്കെ നടന്നു പോകും. അങ്ങനെ ഒരു വ്ളോഗ് പറഞ്ഞ, അതായത് ഒട്ടും മുന്നേ ഭയങ്കര അടിപൊളിയായിരുന്നു, പക്ഷെ നമ്മുടെ ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞില്ല ഇതിനു മുമ്പോട്ട് വന്നിട്ടുണ്ടെന്ന്. ഭീകരവഴക്കെന്ന് വെച്ചാൽ ഞങ്ങള് കാറിൽ വരുന്ന വഴിക്കൊരു വഴക്കാ, ഡോറ് വരെ ഞാൻ അടച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്ന് ഇന്റർവ്യൂവിന് ഇരുന്ന് ചിരിച്ചോണ്ടിരുന്നത്. അതെ, അത് ആള് ആ സമയത്ത് ആ ഒരു നേരം മതി, അപ്പോഴേക്കത് മറക്കും. പക്ഷെ ഞാൻ ഉള്ളിൽ വെച്ചോണ്ടിരിക്കും. നന്നായി, ചില നേരത്ത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇനി ഇഷ്ടപ്പെട്ട ഫേസ് ഫീച്ചർ നമ്മളുടെ സജിന്റെയോ? സജിന്റേത് എനിക്ക് ചളുക്കാച്ചി മൂക്കായതുകൊണ്ട് എനിക്ക് നല്ല ഷാർപ്പ് നോസ് ഉള്ള ഒരാളെ വേണമെന്ന് ആഗ്രഹമായിരുന്നു. നോസ് നല്ല ഷാർപ്പാണ്. പിന്നെ എനിക്ക് എന്റെ കല്യാണത്തിന് എനിക്ക് ഡിമാൻഡുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഹൈറ്റ് ഉള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആരും മാട്രിമോണിയിൽ കൊടുത്തിരുന്നു, ആ സമയത്ത് ഞാൻ 6 ഫീറ്റാ കൊടുത്തിരുന്നത്. ഞാനില്ല, എനിക്ക് അത്ര ഹൈറ്റ് വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ കറക്റ്റ് ആ ഹൈറ്റ് കിട്ടി. എനിക്ക് 5.5. സജിനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് ഡാഷനാണ്, അല്ലെങ്കിൽ ആൾക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആക്കുന്നത് ആളെ ഡാഷാണ്? ആളെ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആക്കുന്നത്, അങ്ങനെ ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരാളല്ല. അങ്ങനെ ഇമോഷണൽ ആക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം എന്നെയോ അല്ലെങ്കിൽ പപ്പ അമ്മ പെങ്ങള് ഞങ്ങളെ 4 പേരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഒരു ഇമോഷണലി ഡൗൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഡൗൺ ആവുന്ന ഒരാളെ അല്ല. ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആളാണ്. ഫാമിലി കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. നേരെ തിരിച്ച് ആലിസിൻ ആണെന്നുണ്ടെങ്കിലോ? ഞാൻ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്ന എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഒന്ന് ദേഷ്യപ്പെട്ട എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ ഡൗൺ ആവും. അല്ലാണ്ട് എനിക്ക് പ്രശ്നമില്ല. സജിനെ പെട്ടെന്ന് ഹാപ്പി ആക്കണം എന്നുണ്ടെങ്കിൽ ഡാഷ് ചെയ്താൽ മതി. എന്തെങ്കിലും ഗാഡ്ജറ്റോ കാറോ അങ്ങനെ എന്തെങ്കിലും വളരെ എളുപ്പം പറ്റുന്ന സാധനം, കാറോ ഒരു ഗാഡ്ജറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനം മേടിച്ചരാന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, മേടിച്ചു തരാന്ന് പറഞ്ഞാൽ പറ്റിച്ചാൽ മതി, ഹാപ്പിയാവും. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു നമ്മള് ഹാപ്പി ആക്കാൻ വേണ്ടിട്ട്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ എന്താ കൊടുത്ത, മാക്ബുക്ക് കൊടുത്തു. സെക്കൻഡ് ബർത്ത്ഡേക്ക് ഇപ്പോ iPad M2 കൊടുത്തു. പണക്കാരിയാണല്ലോ. അല്ല, ഞാൻ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു, സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട്. അതാണല്ലോ ഏറ്റവും ഇഷ്ടം. വേറെ നമ്മൾ എന്തെടുത്തിട്ട് കാര്യമില്ലല്ലോ, ഇഷ്ടമുള്ള സാധനം കൊടുക്കണ്ടേ. കാർ, ലക്ഷറി കാർ എന്തെങ്കിലും എടുത്തോ? ഞാൻ BMW എടുത്തായിരുന്നു. അതെങ്ങനെ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ്, കല്യാണത്തിന് ജസ്റ്റ് ഒരു 1-2 ആഴ്ചക്ക് മുൻപ് യൂട്യൂബ് തുടങ്ങി.
അപ്പൊ കല്യാണം യൂട്യൂബിലൂടെ ആയിരുന്നു, അതിനുശേഷമായിരുന്നു കാർ എടുത്തത്. നിങ്ങൾ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചു ഇത്രയും വളർച്ച ഉണ്ടാവുമെന്ന്? ഇല്ല, എന്തോ ഇത്രയും വളർച്ച ഉണ്ടാവുമെന്ന് ഇല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇപ്പം കാറാണെങ്കിൽ പോലും എനിക്കങ്ങനെ ഇന്ന കാറ് വേണം. ഒന്നാമത്തെ എനിക്ക് കാറിനെ പറ്റുന്ന വലിയ ഐഡിയ ഇല്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന കാറ് വേണം, ലക്ഷറി ലൈഫ് വേണം, എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ആ സമയത്ത് എല്ലാം ഒത്തു വന്നപ്പോൾ അങ്ങ് എടുക്കുകയായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് എപ്പോഴും ഞാൻ ആ കാറിൽ കയറുമ്പോൾ അറിയാണ്ട് ദൈവത്തിന് നന്ദി പറയും. കാര്യം നമ്മൾ പ്രതീക്ഷിക്കുക ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സാധനമായിരുന്നു. അത് പെട്ടെന്ന് കിട്ടിയപ്പോൾ എൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ്ങിന്റെ ലിസ്റ്റിൽ ഒന്ന് അതാണ്.